ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സമയസായി ഒഫീഷ്യൽ. ഇന്ന് ഞങ്ങൾ സ്കൂൾ ട്രിപ്പ് പോവുകയാണ് വാഗമണിലോട്ട്. 6 മണിക്ക് ബസ് എടുക്കും. അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പോൾ തന്നെ മണി 5 ഇനി ഇതൊന്നും ചെയ്യാനില്ല, ഫുഡൊന്നും കഴിക്കാനൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ ഉണ്ട്, പോണ വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചായ മാത്രം കുടിച്ച് റെഡിയായാൽ മാത്രം മതി, നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ സ്നാക്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഇന്ന് എടുത്തത്, ഞങ്ങളുടെ സ്നാക്സായിട്ട് എടുത്തത് കുറുക്കുറ ലേസും ജ്യൂസും പിന്നെ ടൊമാറ്റോ മുറുക്കുമാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ മേക്കപ്പ് പ്രൊഡക്റ്റൊന്നും എടുത്തില്ല, ആകെ ഇത്ര ലിപ്സ്റ്റിക്കും പിന്നെ ഐലൈനറും ക്ലിപ്പൊക്കെ എടുത്തുള്ളൂ. പിന്നെ ഡാൻസും ഡിജെയൊക്കെ കളിക്കുമ്പോഴത്തേക്കും ഇടാൻ വേണ്ടി കണ്ണടയും എടുത്തു. പിന്നെ ഇത്തിരി പൗഡറും ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചില്ല. പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഛർദിക്ക് ഊങ്കി ഒരു കവറും കൂടെ കരുതിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് സ്കൂളിലോട്ട് കേട്ടോ. സ്കൂൾ എത്താറായി. ഞങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ ഉള്ളിലോട്ട് കയറി. അപ്പം തന്നെ അവിടെ എല്ലാ ആൾക്കാരും നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പുറത്ത് തന്നെ ബസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, നേരെ തന്നെ ബസ്സിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയിരുന്നു. ആദ്യം വന്ന സീറ്റ് വിളിച്ചു, അല്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാൻ ഒരു വകയില്ലെന്ന് എനിക്കറിയാം. ഇതൊക്കെയാണ് ഗൈസിൻ്റെ ഫ്രണ്ട്സ്. അതെ, ഞങ്ങൾ സ്റ്റാർ. ഓക്കെ ഗൈസ്, നമ്മുടെ എല്ലാവരും സെറ്റ് വൈബാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി വിശേഷങ്ങൾ അതെ ഗൈസ് ടാറ്റാ. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, റെസ്റ്റ് എടുക്കാനൊന്നും വരുന്നില്ല. ടീച്ചേഴ്സും ഞങ്ങളെല്ലാവരും ഒരേ ജോളിയിൽ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഞങ്ങളൊന്നും നോക്കിയില്ല. ചില സമയത്തൊക്കെ റെസ്റ്റ് എടുത്തെങ്കിലും ഫുൾ ടൈം ഡാൻസായിരുന്നു മിക്ക ആൾക്കാരും. കാണുമ്പോൾ തന്നെ അറിയാം. ിരിക്കുന്ന ഇടയിൽ ഡാൻസിൻ്റെയൊക്കെ ഇടയിൽ നല്ല വ്യൂ കണ്ടപ്പോൾ എടുത്ത വ്യൂകളാട്ടോ. വാഗമണിലോട്ട് പോണ വഴിയിൽ ഒരുപാട് നല്ല വ്യൂ ഉണ്ട്. മല പക്ഷേ കുന്ന് കയറിയില്ല നമ്മൾ പോകുന്നേ, അപ്പോൾ ഒരുപാട് വ്യൂ കാണാൻ പറ്റും. പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞങ്ങളുടെ ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പവും മുട്ടക്കറിയൊക്കെ ആയിരുന്നു. പിന്നെ ഇടിയപ്പം ഉണ്ടായിരുന്നു, നമുക്ക് ചൂസ് ചെയ്യായിരുന്നു. ഞാൻ പക്ഷേ ഇടിയപ്പം മുട്ടക്കറിയാണ് കഴിച്ചത്. ഞങ്ങളെല്ലാവരും കഴിച്ചു തുടങ്ങി. മിസ്സുമാരെല്ലാവരും കഴിക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഈ മെയിൻ സ്ഥലമായ വാഗമണിലേക്ക് പോകുവാണ്. ഫുഡ് കഴിച്ചതിന് ഇറങ്ങിയ ശേഷം അവിടുത്തെ ഉള്ളൊരു വ്യൂ ആണ് ഞാൻ എനിക്കിപ്പോൾ കാണിച്ചത്. ഞങ്ങൾ അപ്പോഴൊന്നും വെറുതെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും തുള്ളി. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ സ്റ്റാറാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിട്ട് എല്ലാവരെയും കാണിച്ചത്. പിന്നെ ഞങ്ങൾ അതിന് ശേഷം നമ്മൾ പൈൻ ഫോറസ്റ്റിലെത്തി. ഞങ്ങൾക്ക് എല്ലാവരും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ വെറുതെ ക്ലാസ് ഫോട്ടോ എല്ലാവരും കൂടെ നിരന്ന് കുറേ ക്ലാസ് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറേ വ്യൂ കണ്ടു. എനിക്ക് പൈൻ ഫോറസ്റ്റിലെയും ഒന്നും ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒരുപാട് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ മൊട്ടക്കുന്നിലെത്തി. മൊട്ടക്കുന്നിലെ കാഴ്ചകളൊക്കെയാണ് കഴിച്ചത്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നില്ല, അവിടെ വേറെയും കുറേ ക്ലാസ്സുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എല്ലാം കണ്ട് നടക്കും എല്ലാ കാര്യങ്ങളും. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കുഞ്ഞു എടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ബസ്സിൽ കയറിയിട്ട് ആരും വെറുതെ ഇരിക്കാനുള്ള എല്ലാവരും തുള്ളിക്കൊണ്ടിരിക്കുകയാണ്.
അതിനുശേഷം ഞങ്ങൾ പരുന്തുംപാറയിലോട്ടാണ് പോയത്. നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ എത്തിയ സമയത്താണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയത് എന്നുവെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത് 6 മണിയായപ്പോൾ ഇറങ്ങിയത്. പിന്നെ പരുന്തുംപാറ ഇറങ്ങിയ ശേഷം ബീച്ച് സെറ്റായിരുന്നു. എൻ്റെ പൊന്നോ, കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൻ ബീച്ച്. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞങ്ങളൊക്കെ എന്തോരം ഹാപ്പി ആയിട്ടുണ്ടെന്ന്.
റെസ്റ്റൊന്നും ഇല്ലാട്ടോ, നല്ല കാലുവേദനയുണ്ട് എല്ലാത്തിനും. എനിക്കും നല്ല കാലുവേദന. അവിടെ കിടന്ന് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വലിച്ചുകൊണ്ട് പോയതാണ് ഞാൻ ഡാൻസ് കളിപ്പിക്കാൻ. അധികം തുള്ളിയില്ലാട്ടോ. എന്നിട്ട് ഞാൻ ഒന്നോ രണ്ടോ ഡാൻസ് കളിച്ചതിന് ശേഷം ഞാൻ പോയി ഇരുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ സമയം കിട്ടിയപ്പോൾ അവിടെ വെച്ചെടുത്ത ഫോട്ടോസാണ്. എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഒത്തിരി തിരക്കുള്ളതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ രാത്രി കഴിച്ചത് അൽഫാം മന്തി. എനിക്ക് അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നിനും വയ്യായിരുന്നു. ഡാൻസ് ഒന്നോ രണ്ടോ കളിച്ചതിന് ശേഷം ഞാൻ പോയി കിടന്നുറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്താണ് എഴുന്നേറ്റത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബാക്കിയെല്ലാം ഞാൻ ഇത്തിരി വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീടെത്തി. ഇപ്പം എത്തിയുള്ളൂ വീട്ടിൽ. ഒരു 10:45 5:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ സ്കൂളിലെത്തി. ഇപ്പോൾ കയറി വന്ന് ഫ്രഷ് ആയിട്ടേ ഉള്ളൂ. നല്ല ഉറക്കക്ഷീണമുണ്ട്. 4:30 എഴുന്നേറ്റതല്ലേ രാവിലെ. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. എന്നാൽ കണ്ണ് കണ്ടാലേ അറിയാൻ പറ്റും എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ മൊട്ടക്കുന്നിലൊക്കെ പോയി DJ കഴിഞ്ഞതിന് ശേഷം ഒന്നിനും പറ്റിയില്ലായിരുന്നു. നല്ല ടയേർഡായിപ്പോയി. കാരണം അത്രയും തുള്ളി ഇപ്പോൾ നല്ലോണം കാലൊക്കെ വേദനയുള്ളതുകൊണ്ട് രാത്രിത്തെ ഫുഡിൻ്റെയും പിന്നെ അങ്ങനത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. രാത്രിത്തെ ഫുഡ് അൽഫാം മന്തി ആയിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതിന് ശേഷം ബസ്സിൽ ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ട് തുള്ളിയതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. കഴിക്കുന്നതിൻ്റെ വീഡിയോ മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അൽഫാം മന്തി ആയിരുന്നു കഴിച്ചത് ഞങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പോവാണ്. നാളെ വീണ്ടും വരാം. നല്ല ടയേർഡാണ്. എനിക്ക് കയറി കിടന്നൊന്ന് ഉറങ്ങിയാൽ മാത്രം മതി. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.